അതുകൊണ്ട് അദ്ദേഹം ഹൃദയം തകർന്ന് ദൈവത്തോട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: കർത്താവേ, എനിക്ക് ആയുസ്സ് നീട്ടിത്തരണമേ. എൻ്റെ ജീവൻ എടുക്കരുതേ. ഞാൻ എങ്ങനെയാണ് വിശ്വസ്തയോടെ അങ്ങയുടെ മുമ്പാകെ വ്യാപരിച്ചതെന്ന് അങ്ങ് ഓർക്കണമേ. പ്രിയ സഹോദര സഹോദരി, ഈ പ്രാർത്ഥന ദൈവത്തിന് നിഷേധിക്കാൻ കഴിയുമായിരുന്നില്ല. വീണ്ടും അതേ യെശയ്യായെ ഹെസക്കിയായുടെ പക്കലേക്ക് അയച്ച് ദൈവമായ കർത്താവ് അരുളി ചെയ്തു: ഹെസക്കിയാ, നീ മരിക്കുകയില്ല. സംഭവ്യമല്ലാത്ത ഒരു അടയാളവും ഹെസക്കിയായ്ക്ക് വേണ്ടി ദൈവം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. ഇങ്ങനെ ഹെസക്കിയ രോഗശാന്തി നേടി. അദ്ദേഹം തൻ്റെ ഭരണം വീണ്ടും 15 വർഷം കൂടി നിർവഹിക്കുന്നതിന് പര്യാപ്തനായി മാറുകയും ചെയ്തു. നമ്മൾ രോഗികളാകുമ്പോൾ പ്രാർത്ഥിക്കരുതെന്നല്ല ബൈബിളിലെ ഈ ഭാഗം പഠിപ്പിക്കുന്ന സത്യം. തീർച്ചയായിട്ടും രോഗാവസ്ഥയിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും വൈദ്യനെ ആശ്രയിക്കുകയും ചെയ്യണം എന്ന ഒരു ചിന്തയാണ് രോഗത്തെക്കുറിച്ച് ദൈവം നൽകുന്നത്.